ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഡിന്നറിന് കഴിക്കുന്നത് ചക്കപ്പുഴുക്കും നല്ല മീൻ കറിയുമാണ്. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് ചക്ക ഞങ്ങളുടെ പ്ലാവത്തിൽ നിന്ന് ഇട്ടിട്ട് അത് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിത് എടുത്ത് ചക്കപ്പുഴുക്കം ഉണ്ടാക്കി, അതുപോലെ മീൻ കറിയും. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനായി ചക്കയും പിന്നെ മീനും. മീനിൽ പ്രോട്ടീനുണ്ട്, ചക്കയിൽ ആവശ്യത്തിന് ഫൈബറും എല്ലാ മിനറൽസും ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചേക്കുന്ന ചക്ക. അപ്പോൾ ചക്കയൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ നമ്മളിതുപോലെ നന്നാക്കിയിട്ട് കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സിപ്പ് ലോക്കിലുള്ളത് എടുത്ത് ഇപ്പോൾ ഉണ്ടാക്കുവാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഐസ് പിടിച്ചേക്കുന്നതെല്ലാം പോയി കിട്ടും. അതിന് ശേഷം ഞാനതെടുത്ത് ചക്ക വേവിച്ച് നമ്മൾ സാധാരണ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇനി കുറച്ച് നമ്മുടെ തേങ്ങ എടുത്തിട്ട് ഒരു കുറച്ച് ജീരകം ഇട്ടിട്ട് ഇത് നമ്മൾ ചെറിയ ബൗളിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. നമ്മൾ അവിയലിലൊക്കെ ഒന്ന് ചതച്ചെടുക്കൂലേ, അതുപോലെ എടുക്കണം. അപ്പോൾ ഞാൻ ഈ പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ ചക്ക ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മളത് ഒരു വിസിൽ കേട്ടാൽ മതി. അപ്പോൾ അത് വെന്ത് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. ചക്ക വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഉപ്പും കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് ഗ്യാസിൽ ഒരു വിസിൽ കേൾക്കാനായിട്ട് വെക്കുകയാണ്. ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരട്ടെ. ഈ ചക്ക ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കുറയാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ ഫുഡായിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ചക്കയ്ക്ക് കൂടെ ആ മീനും കൂടെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ അത് ഒരു ഫുൾ മീലായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ലോ കാർബ് ഡയറ്റിൽ പെടുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുന്നു. ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിയലിനൊക്കെ എടുക്കില്ലേ, അതേ മോഡലിൽ നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം, അപ്പോൾ നല്ല കളറും കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചക്ക ഇപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്, അതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ചക്കയും ഇതുപോലെ മീനും കൂടെ കൂട്ടി ആഴ്ചയിൽ നമ്മൾ 1-2 ദിവസം ഡിന്നറിന് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ A1C ബ്ലഡ് ഷുഗറൊക്കെ കുറയാൻ നല്ലതാണ് ചക്ക കഴിക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് എടുത്ത് ഇതുപോലെ ഡിന്നറിന് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കടുക് വറുത്തും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. മറ്റേ ഞാൻ ഓയിലൊന്നും നമ്മൾ ഇട്ടില്ലല്ലോ ചക്ക വേവിച്ചപ്പോഴും, പിന്നെ അതിലേക്ക് തേങ്ങ ഒരുക്കിയിട്ടാലും നമ്മളതിനകത്ത് ഓയിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കടുക് വറുത്ത് അതിൻ്റെ മുകളിലിട്ടാൽ കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു ടേസ്റ്റ് അതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചക്ക നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ നല്ല ആ ഒരു അവിയലിനൊക്കെ നമ്മൾ തേങ്ങ ഇടില്ലേ, അതേ മോഡലിൽ ഇത് മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ആ സ്റ്റീമിൽ ഒരു ചെറുതായിട്ടൊന്നൊരു ഒന്ന് സ്റ്റീം കയറി തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കടുക് വറുത്തതിലേക്ക് ഇടുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഞാനങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ചക്ക വേവിച്ചത്, അതായത് ചക്കപ്പുഴുക്കിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കണ്ടോ, മല്ലിയിലയാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടാനും നല്ലൊരു ഫ്ലേവറിനൊക്കെ മല്ലിയില ഇടുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും. ഇത് അടച്ച് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ താഴോട്ടങ്ങ് നമ്മുടെ ചക്കയിലേക്കൊക്കെ പിടിച്ച്
നല്ലൊരു എല്ലായിടത്തും ഒരുപോലെ അങ്ങ് പരന്ന് നല്ല സൂപ്പറായി ഇപ്പോൾ ഇതേ കിട്ടിയിട്ടുണ്ട്. ഈ ഗരം മസാല ഏറ്റവും അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗരം മസാല അങ്ങ് ഇട്ട് ഞാൻ ഇളക്കുവാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ചക്കയുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനിവിടെ കുറച്ച് സാൽമൺ മീൻ ഇതുപോലെ തന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചക്ക നന്നായിട്ട് ഉടഞ്ഞ് നല്ല പുഴുക്ക് പോലെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ആ മീൻ എടുത്തിട്ട് ഞാനത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച്, ഞാനിതിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച മീനാണ്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും നല്ല രുചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ളത് മീൻ കറിയും അതോടൊപ്പം തന്നെ നമ്മുടെ ചക്കപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കിയിട്ട് മീൻ കറിയും കൂട്ടി ഡിന്നറൊന്ന് കഴിച്ച് നോക്ക്. പിന്നെ ചോറൊന്നും ഉണ്ണേണ്ട ഒരാവശ്യമില്ല. ചോറ് കഴിച്ചാൽ നമുക്ക് വെറുതെ വെയിറ്റ് കൂടാന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല. ചോറ് നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം, പക്ഷേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് നാട്ടിൽ തന്നെ സുലഭമായിട്ടുള്ള ചക്കയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇതുപോലെ ഒരു നേരത്തെ ഫുഡായിട്ട് ഉൾപ്പെടുത്തണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ വെയിറ്റ് ലോസിനും നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കുറയുന്നതിനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയല്ലേ? ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. കപ്പ ഉണ്ടാക്കണേക്കാളും എനിക്ക് ചക്കയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അടിപൊളി ചക്കപ്പുഴുക്കാണിത്. പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇത് സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഇതുപോലെ നമ്മൾ കുറേ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്തങ്ങ് ഉണ്ടാക്കാം. മറ്റേ ഫ്രഷ് ചക്കയൊക്കെ വെട്ടി അത് ഒരുക്കി അങ്ങനെ തന്നെയൊക്കെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അപ്പോൾ ഇത് ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ട് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in another video. Bye.